നമസ്കാരം. കണ്ടല്ലോ, എല്ലാരും കണ്ടു കാണും. മോർണിംഗ് ആക്ടിവിറ്റി അവസാനത്തെ വൈരാഗ്യത്തിന്റെ ആണിക്കല്ലും അടിച്ചിരിക്കുന്നു അനുമോളുടെ നെഞ്ചത്തേക്ക്. ഉറ്റ സുഹൃത്തെന്ന് അവകാശപ്പെടുന്ന ആദില. ആ മോർണിംഗ് ആക്ടിവിറ്റി കണ്ടവർക്ക് എനിക്കറിയാം, എനിക്ക് 100% എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് കണ്ടവർക്ക് കണ്ണീരോടെ അല്ലാതെ, ഹൃദയത്തിൽ ഒരു വിങ്ങലോടെ അല്ലാതെ ആ ഒരു സാധനം കാണാൻ പറ്റത്തില്ല. എന്നിട്ടും നമ്മളിവിടെ വിങ്ങി പൊട്ടുമ്പോഴും കല്ലുപോലെ ഇരുന്ന ഒരു പാവം പെൺകൊച്ചുണ്ട്, അനുമോൾ എന്ന് പറയുന്ന പെൺകൊച്ച്. കല്ലുപോലെ ഇരുന്നത്, കണ്ണിൽ നിന്ന് ഒരു കണ്ണീര് പോലും വരാതെ കല്ലുപോലെ അവിടെ ഇരിപ്പുണ്ട്. എന്താടാ ഈ കണ്ടത് നമ്മൾ, അല്ലേ? നമ്മളിപ്പോ കണ്ടത് എന്താ? ഒരു സീസണിലും, ഇതുവരെ ഒരു സീസണിലും ആവർത്തിക്കാത്ത, ശത്രുക്കൾ പോലും അവളെ ഈ പറയുന്ന, അവളെ ആക്ഷേപിച്ചുകൊണ്ടിരുന്ന, അവളെ കുലസ്ത്രീയാണെന്ന് പറഞ്ഞ് അവളെ പരിഹസിച്ചുകൊണ്ടിരുന്ന ശത്രുക്കളുടെ കണ്ണിൽ നിന്ന് പോലും ഇന്ന് കണ്ണീരൊറ്റ വീണിട്ടുണ്ടാവാം. ഇന്ന് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊളിഞ്ഞിട്ടുണ്ടാവാം. 100% ഞാൻ നെഞ്ചിത്തൊട്ട് പറയാം, ഉണ്ടാവും. ആ ഒരു സംഭവമാണ് നടന്നത്. ആദില, നിന്നോട് നിന്റെ ദൈവം നിന്നോട് പുറപ്പെട്ടടി. നിനക്ക് ശാപങ്ങളൊന്നും ഏൽക്കാതിരിക്കട്ടെ. ഇത്രയും പേരുടെ ശാപം നിനക്ക് ഏൽക്കാതെ നീ രക്ഷപ്പെടട്ടെ എന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ കൊടുത്ത വിഷയം, നിങ്ങൾ ഒരാളോട് ആത്മാർത്ഥമായിട്ട് താങ്ക്സ് പറയാനുണ്ടെങ്കിൽ പറയുക, സോറി പറയാനുണ്ടെങ്കിൽ പറയുക എന്ന് പറഞ്ഞ ആ ഒരു ടാസ്കിൽ വളരെ വിദഗ്ധമായിട്ട് തൻ്റെ ഉള്ളിൽ എത്രമാത്രം വിഷമുണ്ട് എന്ന് പ്രേക്ഷകരിലേക്ക് കാണിച്ചു കൊടുത്തു ആദില. വളരെ കൃത്യമായിട്ട് ഇന്നലെ രാത്രി ഈ പറയുന്ന ഷാനവാസ് വന്ന് എല്ലാവരും പറഞ്ഞ് റെഡിയാക്കി, ഇനി അങ്ങനെയൊന്നും വേണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തിറങ്ങിയിട്ട് മതി എന്നൊക്കെ പറഞ്ഞ് ഓക്കെ പറഞ്ഞ് അനുമോള് കെട്ടിപ്പിടിച്ചു പോകുന്ന അനുമോള് ഇന്ന് രാവിലെ മോർണിംഗ് ടാസ്കിൽ എനിക്ക് നന്ദി പറയാനുള്ളത് ഈ പറയുന്ന ആദിലയെടുത്തും നൂറയുടെ അടുത്തുമാണെന്ന് നിഷ്കളങ്കയായ ആ പെൺകുട്ടി പറയുകയാണ്. ഇത്രയൊക്കെ എന്നെ ചതിച്ചിട്ടും, ഇത്രയൊക്കെ എന്നെ പിന്നിൽ നിന്ന് കുത്തിയിട്ടും, അവസരങ്ങൾ കിട്ടുമ്പോഴെല്ലാം എന്റെ മേലിൽ ചെളിവാരി എറിഞ്ഞിട്ടും എനിക്ക് നന്ദി പറയാനുള്ളത്, എപ്പോഴെങ്കിലൊക്കെ ഞാൻ ഡൗൺ ആയി പോയപ്പോ എന്നെ വന്ന് ആശ്വസിപ്പിച്ചത് ഈ രണ്ടുപേരാണ് എന്ന് പറയാനുള്ള മനസ്സ് കാണിച്ചു അനുമോള്. എന്നിട്ട് ആദില എന്താ ചെയ്തത്? ഇവിടെ വന്ന് നന്ദി പറയുന്നു എന്ന രൂപേണ ഉള്ള കുറ്റങ്ങൾ മൊത്തം എന്തൊക്കെ പറയാൻ പറ്റും, എന്തൊക്കെ ആ ഭാവത്തിന്റെ തലയിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. നീ ഫേക്കാണ്, ഫേക്ക് എങ്ങനെ നിൽക്കാമെന്ന് പഠിപ്പിച്ചു എന്നെ, അതിന് നിനക്ക് എന്നോട് ബിഗ് താങ്ക്സ്. എങ്ങനെ നാടകം കളിച്ചു നിൽക്കാൻ പറ്റും, അത് നിന്നോട് എനിക്ക് അനുമോളോട് ബിഗ് താങ്ക്സ് എന്ന് പറഞ്ഞ് എനിക്കിവിടെ ഇത് വിവരിക്കാൻ പറ്റത്തില്ല. ആ വിവരണം കേൾക്കുമ്പോൾ ചിലപ്പോൾ വീണ്ടും ആൾക്കാർ കരഞ്ഞു പോകും. അതിന്റെ ക്ലിപ്പിംഗ് എൻ്റെ ഉണ്ട്, ഞാൻ ഇവിടെ ഇടാത്തത്. അത് കാണുമ്പോൾ ആൾക്കാർ കരഞ്ഞു പോകും. എന്നെ ഞെട്ടിക്കുന്നത്, ഞാൻ ഇത്രയും കാലം ഈ ബിഗ് ബോസ് റിവ്യൂ ചെയ്തു, ഞാൻ ഇത്രയും ബോൾഡാണ് എന്ന് ഞാൻ വിശ്വസിച്ച പലരും എന്നെ വിളിച്ച് പൊട്ടിക്കരഞ്ഞ നിമിഷങ്ങളാണിത്. മനസ്സിലായോ? എന്നുവെച്ചാൽ ഞാൻ തന്നെ ഒരു വിധത്തിൽ കൺട്രോൾ ചെയ്തിരിക്കുമ്പോ ആ പുള്ളി എന്നെ വിളിച്ചൊരു ആണം കൂടി എന്നാണ് ആലോചിക്കണം. ആ പുള്ളി വിളിച്ചിട്ട് പൊട്ടിക്കരയാണ്, എന്റെ മൊബൈലിൽ വിളിച്ചിട്ട് പൊട്ടിക്കരയാണെന്ന്. ഇതെന്താ ഇത് നടക്കുന്നത്? എനിക്കറിയാം, എന്നെ വിളിക്കുന്ന സീസൺ 4 കഴിഞ്ഞാൽ, സീസൺ 4 കഴിഞ്ഞിപ്പോ ഇപ്പോൾ സീസൺ 7 ആയി. സീസൺ 4 ഉണ്ടായ ഒരു വൈകാരികതയുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഉപരിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര പേരെന്നറിയാം വിളിക്കുന്നത് എന്നെ, എത്ര പേര് ഗൾഫിൽ നിന്ന് വോട്ടിടാൻ പറ്റാതെ ഒരു നിവൃത്തിയില്ലാതെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാർ, സഹോദരങ്ങൾ, സഹോദരികൾ, അച്ഛന്മാർ, അവരൊക്കെ വിങ്ങി പൊട്ടുകയാണ്. ഞാൻ ഒരുപാട് പേർക്ക് ഇന്നലെ വോട്ടിട്ട് കൊടുത്തു. കാരണം എനിക്ക് നിവൃത്തിയില്ല. അവരിങ്ങനെ മെസ്സേജ് അയച്ചു, എൻ്റെ 2 നമ്പർ ഉണ്ട്, എനിക്കൊന്ന് വോട്ടിട്ട് തരുമോ, എനിക്ക് വേറെ ഒരു നിവൃത്തിയും ഇല്ല, ഞാൻ OTP ഇപ്പൊ തരാം, എനിക്കൊരു വോട്ടിട്ട് തരുമോ എന്ന് എൻ്റെ അടുത്ത് പറയുകയാണ്. ഞാൻ ആ സമയത്ത് ഇന്നലെ രാത്രി 3 മണി വരെ ഇവരുടെയൊക്കെ ഞാൻ വോട്ടിട്ട് കൊടുക്കുകയായിരുന്നു. എനിക്ക് ഒരു പ്രശ്നമില്ല, എന്നെ PR എന്നല്ല, എന്ത് തേങ്ങ വിളിച്ചാലും എനിക്ക് ഡാഷ് മാത്രം. ഈ പെൺകൊച്ചു ജയിക്കണമെന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ അനുമോൾ എന്ന് പറയുന്ന പാപം പിടിച്ച പെൺകൊച്ചിനെ എല്ലാവരും കൂടി വന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോ ഈ പെൺകൊച്ച് ജയിക്കട്ടെ. ഇതുവരെ ഒരൊറ്റ മനുഷ്യർക്ക്, ഈവൻ ഞാൻ പോലും വോട്ട് ചെയ്യാറില്ല, പക്ഷെ ഇപ്പോ ഞാൻ വോട്ട് ചെയ്യുന്നു. മറ്റു പലർക്കും വേണ്ടി
എന്തിനാ അവരെ സഹായിക്കുന്നു വോട്ടിടാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തുമാത്രം ഒരു വൈകാരികത എന്റെ ഉള്ളിലേക്കും വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്തുമാത്രം ഒരു അറ്റാച്ച്മെന്റ് ഈ പറയുന്ന അനുമോളുടെ അടുത്ത് എനിക്ക് ഉണ്ടായി എന്ന് മനസ്സിലാക്കുക. ഞാൻ എന്റെ ഒരേ ഒരു മോള്, ആ മോളെ സത്യമിട്ട് പറയേണ്, ഇതുവരെക്കായിട്ടും ഒരു അഞ്ചിന്റെ പൈസ പോലും PR വാങ്ങാതെ ഇതുവരെ റിവ്യൂ ചെയ്ത ഒരു മനുഷ്യനാണ് ഞാൻ. ഇനിയും മരണം വരെയും ഞാൻ അത് ചെയ്യുകയുമില്ല. എന്നിട്ടും ഞാൻ ഇവളുടെ PR ആണെന്ന് പറഞ്ഞ് മുദ്ര കുത്തുമ്പോഴും എനിക്ക് ഒരു വിഷമവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഗൾഫിൽ നിന്ന് വിളിക്കുന്നതും അല്ലെങ്കിൽ ഇവിടെ നിന്ന് വിളിക്കുന്ന അവരുടെയൊക്കെ സങ്കടങ്ങൾ പറയുമ്പോൾ അവരൊക്കെ PR ആണെന്ന് നിങ്ങൾ കരുതിക്കോ. എല്ലാവരും PR ആണ്. എല്ലാവരും ഈ പറയുന്ന അനുമോളുടെ PR ആണ്. ഇപ്പോ അനുമോളുടെ PR ആണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. ഞാൻ അതിൽ അഭിമാനിക്കുന്നു. നിങ്ങൾ ചാർത്ത് മുദ്ര കുത്തു, ഞാൻ അനുമോളുടെ PR ആണ്. ഒരേ ഒരു വ്യത്യാസമുള്ളൂ, 5 പൈസ വാങ്ങാതെ PR ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു ചായയുടെ പൈസ പോലും വാങ്ങാതെ PR ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അനുമോളുടെ. ഞാൻ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുകയാണ്. മനസ്സിലായി? ഞാനത് സന്തോഷിക്കുന്നു. കാരണം ഇതുപോലെ ഇമാതിരി ഒരു പെൺകുട്ടിയെ നിങ്ങളിരുന്ന് ഡീഗ്രേഡ് ചെയ്യുമ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളാണ്. ഇന്നലെ എന്നെ ഒരുപാട് പേര് വിളിച്ചതിൽ പലരും പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്നറിയാമോ? അനുമോളെ കാണിക്കുമ്പോൾ, സ്ക്രീനിൽ കാണുമ്പോൾ എനിക്കിപ്പം പേടിയാണ്. എന്റെ നെഞ്ച് പിടയ്ക്കുകയാണ്. അനുമോളെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ എന്റെ നെഞ്ച് പിടയ്ക്കുകയാണ്. അനുമോളെ ഒരാളെ വിളിക്കുമ്പോൾ, അനുമോളെ ഇനി വാ എന്ന് വിളിക്കുമ്പോൾ അനുമോളുടെ നെഞ്ച് പിടയ്ക്കുകയാണ്. ഈ പറയുന്ന ആൾക്കാരുടെ നെഞ്ച് പിടയ്ക്കുകയാണ്. കാരണം ഇനി അവൻ എന്താണ് ഇവന്റെ അടുത്ത് പറയാൻ പോകുന്നത്? ഈ പെൺകൊച്ചിനെ ഇനി ഏത് കുഴിയിലേക്കാണ് എടുത്തിടാൻ പോകുന്നത് ഇവർ? ഇനി എന്ത് അപരാധമാണ് ഈ പെൺകുട്ടിയെ പറയാൻ പോകുന്നത്? എന്ത് ആരോപണമാണ് ഈ പെൺകുട്ടിയുടെ നേർക്ക് ചാർത്താൻ പോകുന്നത്? എന്ത് അക്രമമാണ് ഈ പെൺകുട്ടി ഇനി അവരുടെ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു വേവലാതിയാണ് അവർക്ക്. ആ വേവലാതി ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. സത്യം, ഇത്രയും സീസണുകളിൽ ഞാൻ ഇവരെ പറഞ്ഞപ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം അനുമോൾ അവിടെ ഇരിക്കുമ്പോൾ വിളിക്കുന്നത്, ഇന്നലെ എനിക്ക് തോന്നുന്നു ഷാനവാസ് അവിടെ നിന്നിട്ട് അനുമോളെ ഇനി വാ, ഇത് ക്ലിയർ ആക്കാമെന്ന് വിളിച്ചപ്പോൾ നെഞ്ചിടിക്കുകയാണ് ഇവിടെ. ഇനി അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകണമെന്ന് അറിയില്ല. കാരണം ഒരു മനുഷ്യൻ, ഒരു പച്ചയായ മനുഷ്യൻ സഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറം സഹിച്ചു കഴിഞ്ഞു ആ പാവം. ഇവിടെ വന്നു നിന്ന് ഇവര് ഘോരഘോരം പ്രസംഗിക്കുന്നതെല്ലാം എന്ത് കള്ളത്തരമാണെന്ന് പ്രേക്ഷകർ അറിഞ്ഞിട്ട് പോലും ഇത് ഞാൻ പറയുന്നത് തെറ്റാണ്, ഞാൻ അവളുടെ പേരിലേക്ക് ചാർത്തി വെക്കുന്നത് കപടമായ അല്ലെങ്കിൽ ഒരു കള്ളമാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ഒരു എളുപ്പമില്ലാതെ ആ പാവം പെൺകുട്ടിയുടെ മേലിൽ കുതിര കയറുകയാണ്. മനസ്സിലായോ? ഇതൊക്കെ കാണുമ്പോൾ പ്രതികരിക്കാനല്ലാതെ ഞാൻ ഇത്രയും സീസണുകളിൽ ഞാൻ റിവ്യൂ ചെയ്തെങ്കിലും എനിക്ക് ഇന്നലെ തോന്നിയ ഒരു സംഭവം എന്നറിയാമോ? ഭഗവാനെ, പറ്റുമെങ്കിൽ എന്നെ ഒരു 10 മിനിറ്റിലേക്ക്, എന്നെ വെറും ഒരു 10 മിനിറ്റ് ആ ബിഗ് ബോസ് വീട്ടിനകത്തോട്ട് കൊണ്ടുവെക്കേ, എന്നെ അവിടെ ഒന്ന് കൊണ്ടുവാക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നാ ഞാൻ എന്റെ ഹൃദയം കൊണ്ട് ഞാൻ പറയാ. ഞാൻ ആഗ്രഹിച്ചു പോയ നിമിഷങ്ങളാണ്. എങ്കിൽ യവന്മാരൊന്നും വാ തുറക്കില്ലായിരുന്നു, വാ അടച്ചുകൊണ്ട് ഞാൻ കൊടുത്തേനെ മറുപടി. മനസ്സിലായി? കമാന്നൊരു അക്ഷരം മിണ്ടാതെ എന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നേനെ ഈ നാറികൾ. കാരണം നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചു പോകും. നിങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പോ ഈ അനുമോളെ ഇവർ ഇങ്ങനെ കിടന്ന് തേജോവധം ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ പറയുന്ന അനുമോളുടെ ആരുമല്ലാത്ത, അനുമോളുടെ ഒരു പ്രാവശ്യം പോലും അനുമോളെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ സ്ക്രീനിൽ പോലും കണ്ടിട്ടില്ലാത്ത, ഒരു ബന്ധവുമില്ലാത്ത അമ്മമാര്, സഹോദരങ്ങൾ, സഹോദരികൾ, അച്ഛന്മാർ, ഇവരൊക്കെ വിളിച്ച് എന്ത് ചെയ്യുന്നുള്ളൂ? ഈ ഒരു അവരുടെ സങ്കടം പറയുകയാണ്, അവരുടെ നെഞ്ചുരുകയാണ്. അവരെ കൺട്രോൾ വിട്ട് അവർക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, നേരെ ചൊവ്വ പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല, അവള് ജയിക്കുമോ എന്നുള്ള വേവലാതിയിൽ, ഇത്രയും അനുഭവിച്ച ആ പെൺകുട്ടി ജയിക്കുമോ എന്നുള്ള വേവലാതി പറയുമ്പോൾ നിങ്ങൾ ഒരു മനസ്സിലാക്കണം, യഥാർത്ഥ ഒരു അച്ഛനും യഥാർത്ഥ ഒരു അമ്മയും അവരുടെ വീട്ടിലുണ്ട്. യഥാർത്ഥ ഒരു അച്ഛനും ഈ പറയുന്ന അനുമോൾക്ക് ജന്മം കൊടുത്ത അച്ഛനും അമ്മയും സഹോദരി ഒക്കെ വീട്ടിലുണ്ട്. അവരുടെ ഒരു അവസ്ഥ മനസ്സിലാക്കൂ. ഞാൻ അറിഞ്ഞത് അവിടെ അവർ തളർന്നു കിടക്കുന്ന, അവർ ഇതൊക്കെ കേട്ട് അവരുടെ BP കൂടി അവൾക്ക് ബെഡ് റെസ്റ്റ് എന്നാ അറിയുന്നത് അനുമോളുടെ അമ്മ. ഒരു സംശയം വേണ്ട അതിനകത്ത്. ഞാൻ അങ്ങനെ അറിഞ്ഞിട്ടുണ്ട് എങ്കിലും സത്യമായിരിക്കും. കാരണം ഇവിടെ അമ്മ അല്ലാത്തവർ പോലും, അവളുമായിട്ട് ഒരു രക്തബന്ധമോ ഈവൻ ഒരു പ്രാവശ്യം സംസാരിച്ചിട്ടുള്ള പോലത്തെ ബന്ധവും കൂടി ഇല്ലാത്ത ആൾക്കാർക്ക് പോലും ഇപ്പം ഊണും ഉറക്കവും ഇല്ലാതെ ടെൻഷൻ അടിച്ച് അവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള വേവലാതിയിൽ കിടക്കുമ്പോൾ സ്വന്തം അമ്മയുടെ ഫീലിംഗ് ഒന്ന് ആലോചിച്ച് നോക്ക്, സ്വന്തം സഹോദരിയുടെ, സ്വന്തം അച്ഛന്റെ ഫീലിംഗ് ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താ ഇവിടെ നടക്കുന്നത്?
അവസാനത്തെ ആദില എന്ന് പറയുന്ന വിഷം, ഞാൻ ഈ രീതിയിലൊന്നും അല്ല പ്രതികരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, ഞാൻ വളരെ സാധാരണക്കാരനാണ്. എന്റെ പ്രതികരണവും അങ്ങനെ തന്നെയാണ്. ഞാൻ പ്രതികരിക്കുമ്പോൾ ആ രീതിയിൽ തന്നെയാണ്. എനിക്ക് തെറി വിളിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ തെറി വിളിക്കും. ഒരുത്തന്നെ ഒരു ചെറ്റത്തരം ചെയ്താൽ അവൻ ചെറ്റത്തരമാണ് ചെയ്യും എന്ന് തന്നെ ഞാൻ പറയും. അതിനെ ഈ പറയുന്ന വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞുകൊണ്ട് മറ്റെന്താണ് ആ രീതിയിൽ സംസാരിക്കാൻ എനിക്ക് അറിയത്തില്ല. എന്റെ ഈ പറയുന്ന സാധാരണക്കാരുടെ ശബ്ദമാണ് ഞാൻ. സാധാരണക്കാരൻ ഒരു വിഷയം കാണുമ്പോൾ, ഇങ്ങനെ ഒരു വിഷയം കാണുമ്പോൾ എങ്ങനെ പ്രതികരിക്കും, ആ രീതിയിൽ തന്നെയാണ് ഞാൻ എൻ്റെ ഐഡിയയിൽ കൺവേ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോ ഇന്ന് ആദില പറഞ്ഞത് കൂടി, പക്ഷെ ഇന്ന് ഇതൊക്കെ പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ വേദന, ഇപ്പൊ ഇബ്രാഹിം ഞാൻ നോക്കിയത്, ഈ പ്രേക്ഷകരെ പോലെ ഏറ്റവും കൂടുതൽ വേദന, ആ ഒരു സങ്കടം ഫീൽ ചെയ്ത ഒരേ ഒരു മനുഷ്യനെ ഉണ്ടായിരുന്നുള്ളൂ, അത് ഷാനവാസായിരുന്നു. ഷാനവാസ് ഇന്ന് ആവർത്തിച്ച് നടന്ന് പറയുന്നുണ്ട്, ആദില ചെയ്തത് ഒരു കാലത്തും എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഞാൻ അവരെയൊക്കെ നെഞ്ചിൽ കൊണ്ട് നടന്നതാണ്, നെഞ്ചിലേറ്റി നടന്നതാണ്. ആ പെൺകൊച്ചി ഇതുപോലെ വന്ന് നിന്നെ ഈ ഒരു അവസരത്തിലും നിന്നെ കരിവാരിത്തേക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്തൊക്കെ പറഞ്ഞാൽ അവർ ചെയ്തത് മഹാപാപമാണ് എന്ന് പറയുന്നുണ്ട്. ഇന്ന് ആദില അവിടെ നിന്ന് പറയുന്നുണ്ട്, എന്തായാലും അവള് ജയിക്കും. അപ്പൊ അതിനു മുമ്പ് നമുക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് പോകാമെന്ന് ആദില പറയുന്നു. നീ മുടിഞ്ഞു പോകാതിരിക്കട്ടെ ആദില, നീ മുടിഞ്ഞു പോകാതിരിക്കട്ടെ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി ഇതിന്റെ പേരിൽ എന്തു വന്നാലും എനിക്ക് ഡാഷ് മാത്രം. കാരണം അമ്മാതിരി പ്രാക്കുകളാണ് നിനക്ക് വരുന്നത്. ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. പ്രാഗിപ്പോവും മനുഷ്യനായിട്ടുള്ളവർ, ഈ പറയുന്ന ഇതൊക്കെ കണ്ട് തിരിച്ചറിയാൻ കഴിവുള്ളവർ, ഒരു മാനുഷികത ഉള്ളവർക്ക് മനസ്സിലാവും നീ ചെയ്യുന്ന കൊടും പാപം എന്താണെന്നുള്ളത്. നീ ഇപ്പൊ ചെയ്തു കൂട്ടിയതൊന്നും നിന്റെ ജീവിതാന്ത്യം വരെ ഇത് നീ പേര് തന്നെ നടക്കേണ്ടതായിട്ട് വരും. നീ ഇന്ന് ചെയ്ത കുറ്റം, നീ ഇന്ന് ചെയ്ത മഹാ അപരാധം, ഇത്രയും പേര് ഈ ഒരു സിറ്റുവേഷനിൽ കൂടി നിന്റെ കൂടെ നിന്ന് നിനക്ക് വേണ്ടി, നീ പറയുന്നല്ലോ എന്തോ നമ്പർ എഴുതി തന്നു എന്ന്, എന്തിനു വേണ്ടി? നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇൻ കേസ് നിനക്ക് ആ ഒരു നമ്പർ എഴുതി തന്നു, എന്തിനു വേണ്ടി? നിന്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞുകൊണ്ട് നീ ഇവിടെ ഘോരഘോരം പ്രസംഗിക്കുന്നില്ലേ, അവൾക്ക് വേണ്ടി എന്റെ ജീവൻ വരെ കളയാൻ തയ്യാറാണെന്ന് പറഞ്ഞ അവൾക്ക് വേണ്ടിയിട്ടല്ലേ അതാ പക്ഷെ നമ്പർ തന്നെ. അവൾക്ക് കുറച്ച് വോട്ട് കിട്ടട്ടെ, അവള് കുറച്ച് ടോപ്പ് 5 വേണ്ടി വരട്ടെ എന്ന് പറഞ്ഞല്ലടി അവൾ നിനക്ക് ആ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ. അല്ലാതെ നീ ഈ നമ്പർ കൊണ്ട് എനിക്ക് വോട്ട് പിടിക്കണമെന്ന് അവൾ പറഞ്ഞോ? എന്റെ പൊന്നാദില, നിനക്കിത് എന്താ പറ്റിയത്? നീ പറയുന്നത് എന്താണെന്ന് നിനക്ക് വല്ല ബോധ്യമുണ്ടോ? നിനക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? നീ എന്താണ് ഈ വിളിച്ചു പറയുന്നത്? നിന്റെ പാർട്ട്ണറെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെയാണ് ആത്മാർത്ഥത. സ്വന്തം സുഹൃത്ത് തന്റെ ആത്മാർത്ഥത കാണിച്ചതാണ്. തനിക്ക് അറിയാവുന്ന ഒരാളുടെ നമ്പർ കൊടുത്തു, അവിടെ നിന്ന് കുറച്ച് വോട്ട് കിട്ടും, ടോപ്പ് 5 വരട്ടെ എന്ന് പറഞ്ഞു കൊടുത്തത് അല്ലേ? അവിടെ അതും വരെ നീ ഒരു ആയുധമാക്കി എടുത്തു. ഇപ്പോൾ ഷൈത്ത ഈ പറയുന്ന ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് വോട്ട് പിടിച്ചു കൊടുക്കുന്ന, അതായത് 5000 മാക്സിമം 3000 5000 വോട്ട് മാക്സിമം ഇത് പിടിച്ചു കൊടുക്കുന്ന കുറെ ഗ്രൂപ്പുകളുണ്ട്, ഇഷ്ടം മാരുതിയുണ്ട്. ഇപ്പൊ സാധാരണ പ്രേക്ഷകർക്ക് അറിയില്ലായിരിക്കും, പക്ഷേ സീസൺ 4 മുതൽ ഈ സാധനമുണ്ട്. 2-3 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള അവർക്ക് ഒരു 50,000 കൊടുത്ത് അവർ 5000 വോട്ട് അവർ പിടിച്ചു കൊടുക്കും. അപ്പോ അതറിയാവുന്ന, അതുകൊണ്ടാണ് ശൈത്യം 1.5 ലക്ഷം രൂപ വിനിമയം കൊടുത്തത്. മനസ്സിലായി? എന്താണ് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അവൻ അത് നേരെ കൊണ്ട് ആട്ടോർ കൊടുത്തു, അവർ വോട്ട് പിടിച്ചു കൊടുത്തു. എന്നിട്ട് പോലും നിനക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇത് എല്ലാ സീസണിലും ഉണ്ട്. ഒരു സീസണിൽ ഒരു മത്സരാർത്ഥി പുറത്താകും, പ്രേക്ഷക പിന്തുണ കുറവാണ്, ഇന്ന് ഞാൻ നെഗറ്റീവാണ് എന്ന് അറിയുമ്പോൾ ഇവരെല്ലാം കൂടി ഇങ്ങനെയുള്ള PR-കളെ ബന്ധപ്പെടും. ഇത്ര 50,000 കൊടുത്തിട്ട് കുറച്ച് വോട്ട്, അവർ ഒരു 5000 വോട്ട് ഇട്ട് കൊടുക്കും. ഇതാണ് സംഭവിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അത് അനുമോൾക്കറിയാം, അനുമോള് പറഞ്ഞു കൊടുത്തു. ഇത്രയേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. വേറെ എന്താണ് സംഭവിച്ചത്? പിന്നെ ഞരമ്പ് ആര്യൻ എന്തോ നൂറേര് എന്തോ തോളിൽ കൈയിട്ടപ്പോൾ അവൻ ഞരമ്പെന്നിങ്ങനെ കാണിച്ചു. നീ തന്നെയല്ലേ ആദില ഈ പറയുന്ന ആര്യൻ നൂറയുടെ വയറിൽ നോക്കി ഉമ്മ വെച്ചു എന്ന് പറഞ്ഞ കോലാഹലം ഉണ്ടാക്കിയ നീ തന്നെയല്ലേ ആദില? എല്ലാം മറന്നുപോയല്ലേ? നിന്നെ കുറ്റപ്പെടുത്തുകയും നിന്റെ വീട്ടിൽ നിന്ന് വരാൻ ദിയാസന മാത്രമേ ഉള്ളൂ എന്ന് നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ അക്ബർ ഇപ്പൊ നിനക്ക് പുണ്യാളനല്ലേ? ആ സമയത്തൊക്കെ നിന്റെ കൂടെ നിന്ന് നിന്റെ സങ്കടങ്ങളൊക്കെ ഏറ്റെടുത്ത അനുമോൾ ഇപ്പൊ കട്ടപ്പല്ലേ? അനുമോൾ ഇപ്പൊ നിനക്ക് വെറുക്കപ്പെട്ടവളല്ലേ ആദില? ദൈവമെന്നൊരാളുണ്ട് ആദില, ദൈവമെന്നൊരാളുണ്ട്. പക്ഷേ അത് ഞാൻ അടുത്ത വീഡിയോ പറയാം. കുറച്ച് കാര്യങ്ങളും കൂടി എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ ഒരു കാര്യം വിശ്വസിച്ചോ, ഒരു കാര്യം ഓർത്തോ, ഇനി
ഇവിടെ ലോകം രണ്ടായി മറിഞ്ഞാലും ശരി, ഈ ഒരു കപ്പ് അനുമോൾക്ക് തന്നെയാണ്. ഇനി ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട്. അതായത് എന്റെ ഇൻസ്റ്റഗ്രാം ID രാഷ്ട്രോക്സ് എന്നാണ്, അടിച്ചു നോക്കി ഇൻസ്റ്റാ ID കിട്ടും. നിങ്ങൾക്ക് ആർക്കും ഗൾഫിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഹോട്ട്സ്റ്റാർ ഇല്ല, ഇവിടെ ആരും നിങ്ങളെ സഹായിക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുക. അതിനകത്ത് നിങ്ങൾക്ക് എനിക്ക് OTP ആ ഒരു സ്പോട്ടിൽ തരാൻ പറ്റുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ബന്ധപ്പെടുക. ഒരുപാട് പേര് ബന്ധപ്പെടുന്നുണ്ട്, ഞാൻ പറയാതെ ഞാൻ അവർക്ക് വോട്ട് ഇട്ട് കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. ബന്ധപ്പെടുക. എന്റെ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആ ഒരു സഹായം, ഞാൻ ആ വോട്ട് ഇട്ട് തരുന്നതായിരിക്കും. എന്തായാലും ദൈവം കൂടെയുണ്ട്. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വോട്ടിടുന്നവരൊക്കെ സമാധാനമായിട്ടിരിക്കൂ. സത്യമേ ജയിക്കത്തുള്ളൂ. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.